ബദാം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ബദാം ചർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബദാം ചർമ്മത്തെ മനോഹരമാക്കും. ചർമ്മകോശങ്ങളുടെ ഡാമേജ് പരിഹരിച്ച് ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇന്ന് ബദാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രീമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പാൽ ഒഴിച്ച് ഇതൊന്ന് കുതിർത്തിയെടുക്കുക. ഒരു 5 മിനിറ്റ് കുതിർത്താനായിട്ട് വെക്കാം. അതിനുശേഷം ഇതെടുത്ത് തൊലി കളഞ്ഞ് ഇതുപോലെ എടുക്കാം. എല്ലാത്തിന്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് എടുക്കാം. അല്പം പാലും ഇതിലേക്ക് ഒഴിക്കാം. ഈ പാല് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം യങ്ങാക്കി നിർത്താനും പാലിനാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ബദാമിന്റെ തരികളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അരിച്ചെടുക്കുക. അതിനുശേഷം ഇത് ബൗളിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കറ്റാർവാഴ ജെല്ല് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് ജെൽ കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കറ്റാർവാഴ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ ഈ ഒരു പാകത്തിന് എടുത്തു. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ചർമ്മം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഡോട്ട് പോലെ എല്ലായിടത്തും വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപ് ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ മതിയാകും. നമ്മുടെ ചർമ്മം നല്ല ഗ്ലോയിങ്ങും ബ്രൈറ്റും ആകാനായിട്ട് ഈ ഒരു ക്രീം സഹായിക്കുന്നുണ്ട്. വളരെ പ്രകൃതിദത്തമായ ക്രീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാക്കുകയില്ല. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.